ബ്രൈഡൽ മേക്കപ്പ് അനുവദനീയമാണോ എന്നാണ് മറ്റൊരു ചോദ്യം. അത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു മേക്കപ്പ് ആണെന്നാണ് മനസ്സിലാക്കാൻ ഈ സാധിച്ചത്. വിവാഹത്തിന്റെ തലേ ദിവസം നടത്തുന്ന നടത്തുന്ന ആ സ്പെഷ്യൽ ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോയി ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന ഒന്നാണെന്നാണ് അപ്പോൾ മനസ്സിലാവുന്നത്. അതിന് മനസ്സിലാക്കേണ്ടത് എന്തിനപ്പോൾ ഈ മേക്കപ്പ് ചെയ്യണത്, ആർക്ക് വേണ്ടിയിട്ടാണ്, എന്താ അതിൻ്റെ ലക്ഷ്യം എന്ന ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് അനുവദനീയമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്തെ വിവാഹവും വിവാഹ മാമാങ്കങ്ങളും അതിൻ്റെ തലേ ദിവസങ്ങൾ നടക്കുന്ന അത്തരത്തിലുള്ള പ്രവണതയും കണ്ടു കഴിഞ്ഞാൽ കുറേ ആഭാസങ്ങളും ധൂർത്തുകളും പൊങ്ങച്ചങ്ങളും അഹങ്കാരങ്ങളുമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇത്തരം മേക്കപ്പുകൾ. ഒരു ഭാര്യയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? സംശയമല്ല. ഭർത്താവിൻ്റെ മുമ്പിൽ അവർക്ക് സുന്ദരിയായി അനുവദിക്കപ്പെട്ട എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങാം. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഞാൻ ഈ വള ഇട്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ പോലെ ഭർത്താവിന് മുമ്പിൽ അണിഞ്ഞൊരുങ്ങാൻ സാധിക്കും. പക്ഷേ ഖേദകരമായ അവസ്ഥ, ഭർത്താവിൻ്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങാൻ തയ്യാറാകാതെ കരിപിടിച്ച മാക്സിയുമായി ഒരു പ്രത്യേക കോലത്തിൽ ഭർത്താവിൻ്റെ മുമ്പിൽ വരികയും എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അന്യരുടെ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ, അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് യാത്രകൾ നടത്തുമ്പോൾ അണിഞ്ഞൊരുങ്ങി ഭർത്താവിന് തന്നെ തോന്നിപ്പോ, അല്ലാ ഇത് എൻ്റെ ഭാര്യയാണോ അതോ മറ്റേതെങ്കിലും ആണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക്. ആ വിവാഹത്തിൻ്റെ തലേന്ന് ഒന്നവിടെ നടക്കുന്നത് അന്യർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങലാണ്. അണിഞ്ഞൊരുങ്ങി അത് വീഡിയോ എടുത്ത് ജനമധ്യത്തിൽ പ്രചരിപ്പിച്ച് വലിയ വിപത്തുകളിലേക്ക് വരുന്നുണ്ട്. രണ്ട്, അത്തരം അണിഞ്ഞൊരുങ്ങൾ ഇപ്പോൾ ഒരു നിസ്കരിക്കുന്നൊരു സമയത്തുള്ള അവസ്ഥയാണ് ആലോചിച്ച് നോക്കി നിങ്ങൾ. പിന്നീട് അവർക്ക് ഒതുണ്ടാകാൻ കഴിയില്ല, തല തടവാൻ പാടില്ല, കുളിക്കാൻ പാടില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സമയം അതിനു വേണ്ടി കുറേ ദുർവിനിയോഗം നടത്തുന്നു, വലിയ സമ്പത്ത് വേണ്ടി അതിനു വേണ്ടി ചെലവഴിക്കുന്നു. ഒക്കെ എന്തിനു വേണ്ടിയാണ്? അന്യർക്ക് മുമ്പിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ആഖിബത്ത്, അതിൻ്റെ ഗായത്ത്, അതിൻ്റെ ലക്ഷ്യം തിന്മയിലേക്ക് തന്നെയാണുള്ളത്. ഭർത്താവിൻ്റെ മുമ്പിൽ അനുവദിക്കപ്പെട്ട രൂപത്തിൽ അണിഞ്ഞൊരുങ്ങട്ടെ. ഇവിടെ ഈ അണിഞ്ഞൊരുങ്ങുന്ന വിഷയം പറയുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറയും, ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുകയാണ്, പൗഡർ ഉപയോഗിക്കുകയാണ്, കൺമഷി ഉപയോഗിക്കുകയാണ്, അതൊക്കെ ഭർത്താവിൻ്റെ മുമ്പിൽ പറ്റും. പക്ഷേ അവിടെയും ഒരു ഷർത്ത് പണ്ഡിതന്മാർ വെക്കുന്നത്, അതൊക്കെ അവരുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുമോ? ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും അത് പാടില്ല, അത് ക്യാൻസറിന് കാരണമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭർത്താവിൻ്റെ മുമ്പിലാണെങ്കിലും പാടില്ല എന്നാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഏതൊരാൾക്കും അത് അനുവദനീയമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്.